ബി.ജെ.പി. ഭരിക്കുന്ന ബംഗാൾ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ താൻ വിഷം കുടിക്കും. മമതാ ബാനർജി സോണിയാഗാന്ധിയോട് ഇങ്ങനെ പറഞ്ഞു എന്നൊരു കഥ ദില്ലിയിൽ പ്രചരിക്കുന്നുണ്ട്. അത് സത്യമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് ഇന്ന് നമ്മളിത് പറയുന്ന സമയത്തെ വാർത്തകൾ പോലും പുറത്തേക്ക് വരുന്നത്. കാരണം ഇന്ന് മൂന്നാമത്തെ രാജ്യസഭാ അംഗം പ്രകാശ് ചിക് ബറായ്ക്ക്, തൃണമൂലിൻ്റെ മൂന്നാമത്തെ രാജ്യസഭാ അംഗം രാജിവെച്ചിരിക്കുന്നു. അതിനു മുമ്പ് മറ്റ് രണ്ടുപേർ രാജിവെച്ച് സുഖേന്ദു ശേഖർ റോയ് രാജിവെച്ചു, സന്താനു സെൻ രാജിവെച്ചു. ഇന്നിപ്പോൾ പ്രകാശ് ചിക് ബറാസ് രാജിവെച്ചിരിക്കുന്നു. അതായത് 13 രാജ്യസഭാ അംഗങ്ങളും 28 ലോകസഭാ അംഗങ്ങളുമാണ് തൃണമൂൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. അവരുടെ 80 MLA-മാരിൽ 60 പേർ മമതാ ബാനർജിയെ വിട്ട് ഋതപ്രത ബാനർജിയുടെ കൂടെ അണിനിരുന്നു. ഋതപ്രതയെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുത്തു. ഇന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അഭിഷേക് ബാനർജിക്ക് അടി കിട്ടിയതിൻ്റെ തൊട്ടടുത്ത ദിവസം കല്യാൺ ബാനർജി എന്ന് പറയുന്ന ഇവരുടെ മുതിർന്ന നേതാവ് തലക്കടി കൊണ്ടു എന്ന് പറഞ്ഞ് റോഡിൽ കിടന്നൊരു ഷോയൊക്കെ കാണിച്ചിരുന്നു. അയാൾ ഇന്ന് പറഞ്ഞിരിക്കുന്നു, ഇന്ന് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റാണ്. അയാൾ കല്യാൺ ബാനർജി MP പറഞ്ഞിരിക്കുന്നു, മമതാ ബാനർജി ഒരു കാര്യം തീരുമാനമെടുക്കണം, അഭിഷേക് ബാനർജിയെ വേണോ അതോ ഞങ്ങളെ വേണോ എന്ന് മമത തീരുമാനിക്കണം. കാരണം തൃണമൂൽ കോൺഗ്രസിനെ നയിച്ചുകൊണ്ട് കിരാതവാഴ്ച ബംഗാളിൽ നയിച്ചത് അഭിഷേക് ബാനർജി എന്ന് പറയുന്ന അവരുടെ അനന്തരവനാണ്. അയാളെ ഇനി അംഗീകരിക്കുന്ന പ്രശ്നമില്ല, ഒന്നെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടി വരുമെന്ന് കല്യാൺ ബാനർജി പറഞ്ഞിരിക്കുന്നു. ഈ പാർട്ടി ഉണ്ടാക്കാൻ തുടക്കം മുതൽ മമതയുടെ കൂടെ ഉണ്ടായിരുന്ന കല്യാൺ ബാനർജി പറഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇത് 2 MLA-മാരുടെ പേരിൽ വ്യാജ ഒപ്പിട്ടു എന്ന് പറയുന്ന ഒരു കേസ് ഇപ്പോൾ ഉണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് CID, കൊൽക്കത്ത CID മമതാ ബാനർജിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ ഹാജരാവാൻ കല്യാൺ ബാനർജിയാണ് വക്കാലത്ത് കൊടുത്തിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് അഭിഷേക് ബാനർജി കല്യാൺ ബാനർജിയെ മാറ്റി. അത് ഭയങ്കര ഇൻസൾട്ട് ആയിരിക്കുന്നു, താൻ ഈ പരിപാടിക്കില്ല, ഒന്നെങ്കിൽ ചക്കനെ കൂട്ടി നിർത്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പണി നോക്കുന്നത് കല്യാൺ ബാനർജി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഏറ്റവും വിശ്വസ്തര യൂസഫ് പത്താൻ പോയോ അപ്പുറത്ത് ഒപ്പിട്ട് കൊടുത്തു. പാർലമെൻറ്റിൽ പ്രത്യേക ബ്ലോക്കായി, ലോകസഭയിൽ പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കാൻ പോവുകയാണ് എന്ന് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ മമതയുടെ കൂടെ നിന്ന സകലരും പോയി. ഇനി മമതയുടെ മുന്നിലേക്ക് വാ തുറന്ന് നിൽക്കുകയാണ് നിയമം. എന്തൊക്കെ ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ, കൂട്ടക്കൊലകൾ ചെയ്തിട്ടുണ്ട്. 1300 കേസുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരെ, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത, വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തിയ, ബലാത്സംഗങ്ങൾ നടത്തിയ 1300 കേസുകൾ റീഓപ്പൺ ചെയ്തു സുവേന്ദു അധികാരി. മാത്രമല്ല ശാരദാ ചിട്ടി ഫണ്ട്, കൽക്കരി കുംഭകോണം, 10,000 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങളാണ്. അതിൽ അന്വേഷണം ഇപ്പോൾ നടക്കാൻ പോവുക. മമത ഉറപ്പായും ജയിലിലേക്ക് പോകും. ഇത് മമതാ ബാനർജിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ജൂൺ മാസം 8-ാം തീയതി മമതാ ബാനർജി ദില്ലിയിലെത്തുന്നു. ദില്ലിയിലെത്തിയപ്പോഴാണ് വീട്ടിൽ CID റെയ്ഡ് നടത്തിയത്. ദില്ലിയിൽ മമത എത്തി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ ചെന്നൈയിൽ വിളിച്ചൊരു യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ സോണിയാഗാന്ധിയെ അംഗീകരിക്കത്തില്ല, രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കത്തില്ല, താനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ആകാൻ സർവ്വതാ യോഗ്യ എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഈ ഭ്രാന്തിത്തള്ള ഇപ്പോൾ തോറ്റു പരാജയപ്പെട്ട് എല്ലാവരും തൻ്റെ കൈയൊഴിയുന്ന സാഹചര്യത്തിൽ ഓടി സോണിയാഗാന്ധിയെ കാണാൻ ചെന്നു. ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുത്തു. മോദിയെ ഇറക്കും എന്ന് പറഞ്ഞാൽ ചെന്നു. അപ്പോഴത്തേക്ക് എല്ലാ MLA-മാരും പോയി സ്വന്തം പാർട്ടി ആഫീസിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ 8-ാം തീയതി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത മമത 9-ാം തീയതി ജൻപത്ത് നമ്പർ 10-ൽ സോണിയാഗാന്ധിയെ കാണാൻ ചെന്നു. അവർ 2 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ഇരുന്നപ്പോഴാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മമതാ ബാനർജി സോണിയോട് പറഞ്ഞ്, എന്നെ അവർ അറസ്റ്റ് ചെയ്യും, എന്നെ ജയിലിലടയ്ക്കും. അരവിന്ദ് കെജ്രിവാളിൻ്റെ അനുഭവമുണ്ട്. ബംഗാൾ അടക്കി വാണിരുന്ന താൻ ബംഗാൾ പോലീസിൻ്റെ, ബംഗാൾ ജയിൽ അധികൃതരുടെ ദയ കാത്ത് ആ ജയിൽ സെല്ലിൽ കഴിയുന്നത് ചിന്തിക്കാൻ കഴിയുന്നില്ല മമതാ ബാനർജിക്ക്. അങ്ങനൊരു സ്ഥിതി ഉണ്ടായാൽ ഐ വിൽ സൂയിസൈഡ്, വിഷം കഴിക്കും എന്ന് മമത സോണിയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും കണ്ടു. അതായത് ദില്ലിയിലെത്തിയിട്ട് അമ്മായിയും മരുമോനും തിരിച്ചു പോകുന്നില്ല. 2 ദിവസം, ആദ്യത്തെ ദിവസം കണ്ടു, പിറ്റേ ദിവസം കണ്ടു, വീണ്ടും കണ്ടപ്പോഴാണ് സോണിയാഗാന്ധി ഒരു ഓഫർ മുന്നോട്ട് വെച്ചത്. ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും പോയില്ലേ, നിങ്ങൾക്ക് അഭയം തരാം, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ ചേരൂ. TMCയോട് കോൺഗ്രസ് പറയുകയാണ്, നിങ്ങൾ ലയിക്കൂ, കോൺഗ്രസിൽ ലയിക്കൂ, തൃണമൂലിന് ഇനി ഭാവിയില്ല, തൃണമൂലിൻ്റെ കഥ കഴിഞ്ഞു,
ഇനി നിങ്ങൾക്ക് ബർത്ത് തരാം, നിങ്ങളെ കോൺഗ്രസിലേക്ക് എടുത്ത് ഖാർഗെയുടെ താഴെ നിങ്ങളെ വൈസ് പ്രസിഡന്റ് ആക്കാം, നിങ്ങളുടെ മരുമകന് ഒരു AICC ജനറൽ സെക്രട്ടറി സ്ഥാനവും തരാം, എന്നിട്ട് കോൺഗ്രസിൻ്റെ ഭാഗമാകൂ എന്ന് ഒരു ഓഫർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുന്നോട്ട് വെച്ചു എന്നാണ് അറിയുന്നത്. നിങ്ങൾ ആത്മഹത്യ ചെയ്യൊന്നും വേണ്ട, നിങ്ങൾക്കിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം അല്ലേ വേണ്ട, നിങ്ങളുടെ പാർട്ടി പോയി 15 വർഷം ഭരിച്ച തള്ളയ്ക്ക് പാർട്ടി നഷ്ടപ്പെട്ടു, ഇനി ആരുമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു വഴിയമ്പലം പോലെ, നിങ്ങൾക്കൊരു അത്താണി പോലെ കോൺഗ്രസ് പാർട്ടിയുണ്ട്. കോൺഗ്രസ് പാർട്ടിയോട് പ്രതിഷേധിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന മമത തൃണമൂൽ എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. ഒടുവിൽ ഗതികെട്ട് ഭിക്ഷാന്തേകിയെ പോലെ അവിടെ വന്ന് നിൽക്കേണ്ടി വന്നിരിക്കുന്നു. ഈ വലിയ കലാപം ഉണ്ടായപ്പോൾ തൻ്റെ അനന്തരവനെ ഒന്ന് ഒതുക്കി, അഭിഷേകല്ല ഇനി, അഭിഷേകന് എല്ലാ അധികാരവും അഭിഷേകന് കൊടുക്കുന്ന സ്ഥിതിയൊന്നും മാറ്റാൻ വേണ്ടി 2 നാഷണൽ സെക്രട്ടറിമാരെ അവർ നിയമിച്ചിരുന്നു. ഡെറക് ഒബ്രയാൻ, അറിയില്ലേ, പണ്ട് ക്വിസ് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തിക്കൊണ്ട് നടന്ന ഡെറക് ഒബ്രയാൻ, ഡോലാസൻ എന്ന് 2 പേരെ ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചിരുന്നു. അങ്ങനെ എല്ലാ അധികാരവും അഭിഷേകിൻ്റെ കയ്യിൽ കേന്ദ്രീകരിക്കേണ്ട എന്ന് പറഞ്ഞ് ആണ് ഈ 2 നിയമനങ്ങൾ നടത്തിയത്. പക്ഷേ ആളുകൾ അംഗീകരിക്കുന്നില്ല, ജനം അംഗീകരിക്കുന്നില്ല, നിയമസഭാ അംഗങ്ങൾ അംഗീകരിക്കുന്നില്ല, പാർലമെൻറ്റ് അംഗങ്ങൾ അംഗീകരിക്കുന്നില്ല. 28 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. അതിൽ 19 പേർ മാറിയാൽ 3/2 ഭൂരിപക്ഷമായി. അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാവില്ല. 20 പേർ മമതയെ തള്ളിപ്പറഞ്ഞ് പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ പാർലമെൻറ്റിൽ ലോക്സഭയിൽ അപേക്ഷ നൽകിയിരിക്കുന്നു, സ്പീക്കർക്ക് ഓം ബിർളയ്ക്ക്. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുന്നു. ആലോചിച്ച് നോക്കൂ, മമത അനുഭവിക്കുന്ന ഒരു ട്രോമ എന്തായിരിക്കുമെന്ന്. അവർ വിചാരിക്കുന്നതിനപ്പുറത്ത് ഒരു ഈച്ച പോലും പറക്കാൻ ബംഗാളിൽ സമ്മതിക്കാതിരുന്ന കിരാത വാഴ്ച നടത്തിയ ഫാസിസ്റ്റുകളെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള കിരാത വാഴ്ച നടത്തിയ മമത അസ്തപ്രജ്ഞയായി എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം കൂടിയാണ്. ഇന്ദിരാഗാന്ധിക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ജയിലിലും പോയിട്ടുണ്ട്. മമതയുടെ മുന്നിലേക്ക് ഇന്ദിരയുടെ ചരിത്രം തുറിച്ചു നോക്കിയാണ്. ഇന്ദിരാഗാന്ധി പക്ഷേ തിരിച്ചു വന്നത്, കാരണം ഇന്ദിരയ്ക്ക് തിരിച്ചു വരാനുള്ള ആയുസ് ഉണ്ടായിരുന്നു, പ്രായമുണ്ടായിരുന്നു. ഈ തള്ളയ്ക്ക് ഇപ്പോഴേ പ്രാന്താണെന്ന് ആളുകൾ തമാശക്കെങ്കിലും പറയാറുണ്ട്. അവരുടെ പ്രവർത്തികൾ, സ്റ്റേജിൽ നിന്നിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ചില പാട്ടൊക്കെ പാടുന്നതൊക്കെ വലിയ വൈറലായിരുന്നു. ഇങ്ങനെയൊക്കെ സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട് അവരുടെ അനന്തരവൻ നടത്തിയിരുന്ന കൊള്ളയാണ് ബംഗാളിൽ നടന്നതെന്ന് ഇന്ന് എല്ലാവർക്കും ബോധ്യമായി. ഇപ്പോൾ അങ്ങനെ ഇരുന്ന മമതാ ബാനർജി ഒന്നുമല്ലാതെ, അനുസരിക്കാൻ അണികളില്ലാതെ, MLA-മാരില്ലാതെ, MP-മാരില്ലാതെ പെരുവഴിയിൽ ഒരു നാൽക്കവരയിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഉറപ്പാണ് ഈ സ്ത്രീ അതിജീവിക്കില്ല. ഉറപ്പായും സോണിയാഗാന്ധിയോട് പറഞ്ഞത് വെറും വാക്കാൻ സാധ്യതയില്ല. കാരണം അവരുടെ പോലീസ് വന്നിട്ട്, അവരെ സല്യൂട്ട് ചെയ്തിരുന്ന പോലീസ് വന്ന് ഇവരെ വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നു. ഇവർ ജയിലിലിട്ട് പാവപ്പെട്ട BJP പ്രവർത്തകരെ തല്ലിക്കൊന്ന കിരാത മർദ്ദനങ്ങൾ നടത്തിയ അതേ ജയിൽ മുറിയിലേക്ക് മമതാ ബാനർജി ഒരു ജയിൽ വേഷം ധരിച്ച് പോകേണ്ടി വരുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉറപ്പാണ് മമതാ ബാനർജിയെ പോലെ ഒരു സ്ത്രീക്ക് ഇതൊന്നും താങ്ങാൻ കഴിയില്ല. അവർ ഒരു വിഷക്കുപ്പി അവരുടെ ബാഗിൽ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കേൾക്കാൻ പറ്റും, ഒരുപക്ഷെ ഹൃദയം പൊട്ടി മമതാ ബാനർജി മരിച്ചു എന്നതിനേക്കാളുപരി വിഷം കഴിച്ച് അപമാനഭാരത്തിൻ്റെയും ജനരോക്ഷത്തിൻ്റെയും കൊടുങ്കാറ്റിൽപ്പെട്ട് പിടിച്ചു നിൽക്കാനാവാതെ ഇന്ത്യയിലെ ഏറ്റവും കിരാതമായ ഭരണം നടത്തിയ അവരെന്താ കരുതിയിരുന്നത്? ബംഗാൾ ഒരു രാജ്യമാണ്, ഞാൻ അവിടുത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് ധരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ, ഇന്ത്യയുടെ രാഷ്ട്രപതിയെ, ദ്രൗപദി മുർമുവിനെ ഇവർ അപമാനിച്ചിട്ടുണ്ട്. ദ്രൗപദി മുർമുവിനെ അപമാനിച്ചിട്ട് ദ്രൗപദി മുർമു പരസ്യമായി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. തന്നോട് അപമാനകരമായി മമതാ ബാനർജി പ്രവർത്തിച്ചു എന്ന്. ഇപ്പം രാജ്യത്തെ ഒരു സംവിധാനത്തെയും അംഗീകരിക്കാതെ ജയ് ബംഗ്ല എന്നുള്ള ബംഗ്ലാദേശിൻ്റെ മുദ്രാവാക്യം പരസ്യമായി വിളിക്കാൻ അണികളെ പ്രേരിപ്പിച്ചുകൊണ്ട് വിശാല ബംഗ്ലാദേശ് എന്നുള്ള സ്വപ്നവുമായി നടന്ന ഈ മുസ്ലിമാണ് മമത. അവർ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ചവരാണ്. അന്നു മുതൽ അവർ മുസ്ലിമായിട്ട് ജീവിക്കുന്നവരെ, ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ക്രിപ്റ്റോ മുസ്ലിമായിട്ട് ജീവിച്ച മമതയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സോണിയയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ മമതയ്ക്ക് വിഷക്കുപ്പിയിൽ അഭയം തേടേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ജീവിച്ചിരിക്കുന്നത് അപമാനകരമായി വരുമ്പോൾ ഇങ്ങനെയുള്ള ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തില്ലേ? അതുതന്നെയാണ് മമതാ ബാനർജിക്ക് വരാതിരിക്കുന്നത്. അത്രമാത്രം കിരാതമായ ഭരണം നടത്തിയ ഒരു ജനവിരുദ്ധ ഭരണാധികാരിക്ക് സ്വാഭാവികമായും സംഭവിക്കാവുന്ന വീഴ്ചയുടെ പക്കത്ത് നിൽക്കുകയാണ് മമതാ ബാനർജി. മമതാ ബാനർജി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത
കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയ വാർത്തകൾ, ബംഗാളിലെ വാർത്തകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ലൈവാണ്. ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇന്ന് തന്നെ അത് ചെയ്യണേ.